യമനിലെ ഹൂതി ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മിസൈൽ ആക്രമണത്തിന് ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു പറഞ്ഞു. 11.5 മിനിറ്റിനുള്ളിൽ 2040 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരിയ വ്യക്തമാക്കി. ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് മിസൈൽ തകർത്തെന്നും എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടില്ലെന്നും ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ട്. ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെൽ അവീവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറനുകൾ മുഴങ്ങി. സൈറനു പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 9 പേർക്ക് നിസ്സാരമായ പരിക്കുകളേറ്റതായും റിപ്പോർട്ടുണ്ട്. ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നാണ് ഹൂതി വക്താവിന്റെ പ്രതികരണം. ഇസ്രയേലുമായി ബന്ധമുള്ള 30-ലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച് ഹൂതി ഭീകരർ ആക്രമിച്ചത്. ജൂലൈയിൽ ടെൽ അവീവിൽ പതിച്ച ഡ്രോൺ മൂലം ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾക്ക് യമൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹൊദൈദ തുറമുഖം സന്ദർശിക്കാമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിനെ ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം പരാമർശിച്ചായിരുന്നു നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഹൊദൈദ തുറമുഖത്തിന് സമീപം ഹൂതി ഭീകരരുടെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 80 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്ന ന്യൂസ്.